എനിക്ക് മേപ്പാടി പഞ്ചായത്തിൽ മാത്രം 10-ലധികം ആളുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു എന്നതാണ്. ഈ പഞ്ചായത്തിൽ മാത്രമായി ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മനുപ്രസാദ് അല്ലേ, മനുപ്രസാദിന്റെ അച്ഛൻ കാട്ടാന ആക്രമണത്തിൽ മരിച്ചതാണ്. ഒരു 9 വർഷം മുന്നേ കാട്ടാന ആക്രമണത്തിൽ മരിച്ചതാണ്. ഇവിടെ ഇപ്പോൾ 10 വർഷത്തിനിടെ തന്നെ പറഞ്ഞാൽ 10 വർഷത്തിനിടെ മേപ്പാടി പഞ്ചായത്തിൽ മാത്രമാണ് 10-11 ആൾക്കാർ മരിച്ചിട്ടുള്ളത്. ഇവർ വരും, 2 പടക്കം പൊട്ടിക്കും പോകുന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കൂല ഇവിടെ. ഈ 10 വർഷത്തിൽ ഓരോ ആൾക്കാർ മരിക്കുമ്പോഴും അവർ എന്തൊക്കെ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടെന്ന് മാത്രം നോക്കി ആ വാഗ്ദാനങ്ങൾ ഏതെങ്കിലും ഒന്ന് പാലിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒന്ന് പാലിച്ചിരുന്നെങ്കിൽ പിന്നൊരു ജീവൻ പോവില്ല. ഇതിപ്പോൾ വരും, ഇനിയും വരും. ഇപ്പോൾ മൂപ്പര അണ്ണനെ സംസ്കരിക്കുന്നതിൻ്റെ മുന്നേ വരും, 2 വാഗ്ദാനം തരും, അത് കഴിഞ്ഞാൽ പോയി. പിന്നെ അടുത്ത ആൾ മരിക്കണം. അതേ ഇവിടെ നടക്കുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും നടക്കൂല. ഏതെങ്കിലും ഒരു വാഗ്ദാനം പാലിച്ചാൽ തന്നെ ആശ്വാസമാണ്. തീർച്ചയായും. ഏതായാലും ഇപ്പോൾ അച്ഛൻ മരിച്ച മനുപ്രസാദാണ് നമ്മോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിൽ വെച്ചാണ് ഈ പറയുന്നത്. നിരവധി ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. പൂളക്കുന്ന് കോളനിയിൽ, പൂളക്കുന്ന് ഉന്നതിയിൽ നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. കൃഷ്ണേട്ടൻ ഉണ്ട്. ഊരുമൂപ്പൻ കൃഷ്ണേട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? നമ്മൾ പലതവണ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ പരിതാപകരം തന്നെയാണ്. ഒരാഴ്ചയായിട്ട് ആന ഇവിടെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാനുണ്ട്, ഒരു മോഴയും ഒരു പിടിയാനയുണ്ട്. ഇവരെ കൊണ്ട് നമുക്ക് എപ്പോഴും പ്രശ്നം തന്നെയാണ്. പിന്നെ ഒരു കൊമ്പനുണ്ട്. കൊമ്പൻ പിന്നെ വലിയ പ്രശ്നക്കാരനല്ലെങ്കിലും പക്ഷെ ഏത് നേരം അവൻ റോട്ടുമ്മ കറങ്ങി നിൽക്കും. ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റോട്ടിൽ കൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയാണല്ലോ, മറ്റൊരു വഴി ഇല്ലല്ലോ. ഈ വഴി കൂടാതെ വേറെ വഴിയില്ല. ഇത് എപ്പോഴും ഏത് നേരം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ ആയിരുന്നു കുറെ വർഷങ്ങളായിട്ട്, അതായത് 10 വർഷത്തിനിടയിൽ തന്നെ 10 ആളുകൾ മരിച്ചു എന്നതാണ് ഏറ്റവും 10 വർഷത്തിനിടയ്ക്ക് 8-7-8 ആളൊപ്പം മരിക്കുന്നത് നമ്മുടെ മേപ്പാടി പഞ്ചായത്തിൽ മാത്രം. ഇതില് ഇവിടെ ഫെൻസിങ്ങും ആനയെ ഇതാക്കാനൊക്കെ ഒക്കെ വന്നില്ല. യാതൊരു സംവിധാനം ഇന്ന് വരെ ഇല്ല. ഫെൻസിങ് ഉള്ളത് ആർക്കും ഉപകാരമില്ലാത്തൊരു സ്ഥലത്ത് ഇളമ്പേരിയാണ് ഫെൻസിങ് ഉള്ളത്. ആർക്കും ഉപകാരം. ഇവിടേക്ക് വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ റോഡിന് 48 ലക്ഷം രൂപ പട്ടികവർഗ വികസന വകുപ്പ് വെച്ചതായിരുന്നു. അത് ഇപ്പോഴും വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് കിടക്കുന്നുണ്ട്. ഇന്ന് വരെ വെളിച്ചം കണ്ടിട്ടില്ല. ഇപ്പം ചെയ്യുന്ന കോൺക്രീറ്റ് ചെയ്യുന്ന പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും മാത്രമാണ്, ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നില്ല. അതായത് ഇവിടേക്കുള്ള റോഡ് പോലും കൃത്യമായിട്ട് ശരിയായി ഒരിക്കലും ചെയ്യൂല. അവര് പട്ടികവർഗ വികസന വകുപ്പ് ശമ്പളമായി തിന്നാൻ മാത്രമായിട്ടുള്ള വകുപ്പാണ് അത്. അവരും ആദിവാസികളെ സംരക്ഷിക്കാൻ അതിനൊന്നും അവർ നിൽക്കൂല. തീർച്ചയായും വലിയ രോഷത്തോടു കൂടിയാണ് നമ്മൾ സംസാരിക്കുന്ന എല്ലാ ആളുകളും സംസാരിക്കുന്നത്. ഇപ്പോൾ വനംവകുപ്പിന്റെ ഒരു വാഹനം ഇവിടെ എത്തിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇന്നലെ രാത്രി 12:30 കൂടിയാണ് ഈ പ്രദേശത്ത് നിന്ന് മൃതദേഹം മാറ്റാൻ ആളുകൾ തയ്യാറായത്, ആളുകൾ അനുവാദം കൊടുത്തത്. അതുവരെയും അവരുടെ പ്രതിഷേധമുണ്ടായിരുന്നത് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നാണ്. ഓരോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ ആ ഘട്ടത്തിൽ വന്ന് വലിയ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും അല്ലെങ്കിൽ അപ്പോൾ ആനയെ ഓടിക്കുകയൊക്കെ ചെയ്യുക എന്നതിനപ്പുറം ശാശ്വതമായി ഈ വന്യമൃഗശല്യം പരിഹരിക്കാൻ ആവശ്യമായ ഒരു നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇന്നലെ വലിയൊരു ഇപ്പോൾ വരുന്ന ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നാട്ടുകാർ സംസാരിക്കുന്നു. മനുപ്രസാദ് അടക്കമുള്ള ആളുകൾ, അതുപോലെ കൃഷ്ണേട്ടൻ ഊരമൂപ്പനാണ്, അവരടക്കമുള്ള ആളുകൾ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.